ഉസ്താദെ ഞങ്ങൾക്ക് ഇതിനൊന്നും ഒരു ചുണയില്ല ഉസ്താദെ, ഞങ്ങൾ എന്ത് ചെയ്യണം? അതിന് ഒരു സൂറത്ത് പഠിപ്പിക്കുന്നുണ്ട്. ഏതാ സൂറത്ത്? സാമർത്ഥ്യലബ്ധിക്കെന്ത് വേണം സാഹിബി വശംസി ഓദിക്കോ ഖുബൈലൽ മഗ്രിബി. സാമർത്ഥ്യലബ്ധിക്കെന്ത് വേണം സാഹിബി വശംസി ഓദിക്കോ ഖുബൈലൽ മഗ്രിബി. ദീനിന്റെ വിഷയത്തിലൊക്കെ നല്ല ഒരു ചുണ കിട്ടാൻ, ഉന്മേഷം കിട്ടാൻ, ആൺകുട്ടികൾക്കാകട്ടെ പെൺകുട്ടികൾക്കാകട്ടെ എല്ലാവർക്കും ഒരു ഉന്മേഷം ദീനിന്റെ വിഷയത്തിലാണല്ലോ ഇപ്പൊ പുറകോട്ടുള്ളത്. സ്കരിക്കാൻ പറയുമ്പോൾ മക്കൾക്ക് മടി, ബാക്കി എന്തിനും സമയം എത്ര നേരം വേണ്ടി ഇരുന്നോളും. മൊബൈൽ അങ്ങോട്ട് കൊടുത്താൽ മതി. ഉമ്മ രാവിലെ പർച്ചേസിന് പോയിട്ട് രാത്രി വന്ന് കയറിയാലും മക്കൾ ആ ചാർജ് തീരുന്നേരം വരെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉമ്മ കൊടുത്താൽ ഉമ്മയോടുള്ള സ്നേഹം വെച്ച് അതുമായിട്ടങ്ങ് ഇരുന്നോളും. വൈകുന്നേരം വരെ ഗെയിമും കളിച്ച് അവിടെ അങ്ങ് ഇരിക്കും. അതുകൊണ്ട് ഉമ്മമാരെന്താ, എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കാതിരിക്കാൻ പതുക്കെ മൊബൈലൊക്കെ കൊടുത്തേക്കും. ഹലാക്ക് പിന്നെ ശല്യം തീരട്ടെ എന്ന് കരുതി 3 മണിക്കൂറത്തേക്ക് പിന്നെ അവനെ നോക്കണ്ട. ആള് വീട്ടിലുണ്ടോന്ന് പോലും അറിയത്തില്ല, അത്ര സൈലന്റാ. റാഹത്തായിട്ട് മൊബൈൽ കെട്ടത് കൊണ്ട് കാണിക്കുന്നത്. ആണാകട്ടെ പെണ്ണാകട്ടെ ഇത് തന്നെ, എല്ലാരും ഇത് തന്നെ. അപ്പൊ ദീനിലോട്ടാണ് ഉന്മേഷം ഇല്ലാത്തത്. സ്കരിക്കാൻ ഒരു കുറച്ചു നേരം മഗ്‌രിബിന് മുമ്പ് ഇരുന്നിട്ടൊന്ന് ദിക്ർ ചൊല്ലിക്കേ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. അമ്മ പറയാടാ കളിയൊക്കെ മതിയാക്കി വന്നിട്ട് ഒരു അരമണിക്കൂർ ദിക്ർ ചൊല്ലിക്ക്. എത്ര വീട്ടിൽ ചെല്ലുന്നുണ്ട് ഇപ്പൊ ഈ സുബ്ഹാനല്ലാഹി വബിഹംദിഹി? എത്ര വീട്ടിലുണ്ട്? പണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്നല്ലേ, പണ്ട് പള്ളിയിലും ഉണ്ടായിരുന്നല്ലോ. ഇന്ന് ദറസുണ്ടെങ്കിൽ ആ ദറസിലെ 2 കുട്ടികൾ ചെല്ലിയില്ലെങ്കിൽ പള്ളിയിലെ കമ്മിറ്റിക്കാർ അവന്റെ നെഞ്ചത്ത് പൊങ്കാലയിടും. എന്നാലും ആരും കൂടെ ചെല്ലാനുണ്ടാവൂല. ചെല്ലിയില്ലെങ്കിൽ നെഞ്ചത്ത് പൊങ്കാലയിടാനുണ്ട് ആൾക്കാർ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. നാട്ടുകാരുമില്ല, നാട്ടിലെ കുട്ടികളും ഇല്ല, ഒരാളും ഇതൊന്നും ചെല്ലാനും താല്പര്യമില്ല. ഹദ്ദാദ് റാത്തീബ് പള്ളികൾ നടക്കുന്നു. എത്ര പേര് അത് ചെല്ലുന്ന ആൺകുട്ടികൾ എത്ര പേരുണ്ട്? പള്ളികൾ ഹദ്ദാദ് റാത്തീബുണ്ട്. ഈമാൻ സലാമത്തായി മരിക്കാൻ വേണ്ടി ഉമ്മത്തിന്, ഈ സമുദായത്തിന് മഹത്തുക്കരാകുന്ന അയിമ്മത്തുകൾ നമുക്ക് കൈമാറി തന്ന വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ട ദിക്റുകളുടെ സംക്ഷിപ്തമാണ് ഹദ്ദാദ് റാത്തീബ്. പഴയ കാലഘട്ടത്തിൽ ഉമ്മമാര് ചൊല്ലിയിരുന്നു. ഇന്നത്തെ തലമുറയിൽ അത് പരിപൂർണമായി എടുത്തു കളഞ്ഞു, അതിനെയൊക്കെ ഇല്ലാതാക്കിയിരിക്കുന്നു. യാ ഖവിയ്യു യാ മതീനു ഇക്ഫി ശർറൽ ളാലിമീൻ. എല്ലാ അക്രമികളുടേതാകുന്ന ശർറുകളെ തൊട്ട് എന്നെന്നും കഴിവുള്ളവനായ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ സംരക്ഷണം നൽകണേ എന്നർത്ഥം വരുന്ന ഈ വിക്റൊക്കെ എല്ലാ ശത്രുക്കളെയും തച്ചുടച്ചു കളയും. ഒരു ശത്രുവും നമ്മുടെ മുന്നിൽ നിൽക്കൂല. യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. പരിശുദ്ധമായ ഇസ്ലാമിലായി ഞങ്ങൾ നീ മരിപ്പിക്കണേ അല്ലാ. ഹദ്ദാദിൽ എല്ലാ ദിക്റും 3 വട്ടമാണ് എങ്കിൽ ഈ ദിക്ർ മാത്രം 7 പ്രാവശ്യമാണ്. എന്തുകൊണ്ടാണ്? മുസ്ലിമായി മരിക്കൽ അതിപ്രധാനമാണ്, മർമ്മമാണ്. അബ്ദുല്ലാഹി ബിൻ അലവിൽ ഹദ്ദാദ് തങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ജീവിതത്തിൽ അനുവർത്തിച്ചു പോന്നിരുന്ന ശ്രേഷ്ഠമായ ദിക്റുകളെ ക്രോഡീകരിച്ചുകൊണ്ട് പവിത്രമാക്കപ്പെട്ടതാകുന്ന ഹദ്ദാദ് നമ്മുടെ കൈവശം നൽകി. ഹദ്ദാദ് തങ്ങൾക്ക് ശേഷം പിന്നീട് ഒരു വ്യക്തി പോലും അത് ചൊല്ലാതിരുന്നിട്ടില്ല. എല്ലാ പള്ളി ദറസുകളിലും മുതഅല്ലിമീങ്ങളും ചൊല്ലി. ഇന്ന് കഴിഞ്ഞു പോയിട്ടുള്ളതും വരാനിരിക്കുന്നതുമായ എല്ലാ മഹത്തുക്കളും അത് ചൊല്ലിയവരാണ്. നമ്മളോ പുതിയ തലമുറയിൽ അത് ചെല്ലുന്നില്ല. അതാണ് നമ്മുടെ അവസ്ഥ. ഒന്നും വേണ്ടെന്ന് പറയുന്നത്. ഹദ്ദാദിന് ശേഷം നല്ല പൊറോട്ടായി ഇറച്ചിയുണ്ടാ? എവിടെ? ഏത് പള്ളി? ഉണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അതിന്റെ ഇഖ്ലാസ്. കാരണം എന്താ? പൊറോട്ടയുടെ ഇറച്ചിയുടെ മണം ഇങ്ങനെ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ അവസ്ഥ. ശുഞ്ഞി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ കോലത്തിലായിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇതാണ് ശുഞ്ഞി. ഇപ്പോഴത്തെ സുന്നത്തേമാത്ത് ഇപ്പൊ ഈ കോലത്തിലാ. ഒരു കാക്ക ഇങ്ങനെ വെടിവെച്ചിട്ട് അതിനെ പൊരിച്ച് നല്ലൊരു പൈൽവൈത്തിലാക്കി കൊണ്ടുവന്ന് ബിരിയാണി വെച്ചാൽ നമ്മളെല്ലാവരും അത് വാങ്ങാനായിട്ടുണ്ട്. അല്ലാതെ ദിക്റും ഇബാദത്തിനും ഒരു താല്പര്യമില്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എല്ലാരും അല്ല ഈ പറയുന്നത്. 90% ആ കോലത്തിലേക്ക് പോയി. 10% മാത്രമേ ദിക്റിനും മറ്റുമൊക്കെ മഹത്വമുള്ളൂ. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കലിമത്താൻ ഖഫീഫത്താൻ അലൽ ലിസാൻ ثقيلتان في الميزان حبيبتان إلى الرحمن
അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള, നാവിന് ഏറ്റവും ലഘുവായ, എന്നാൽ നന്മ തിന്മ തൂക്കുന്ന തുലാസിൽ നന്മയിൽ ഏറ്റവും കൂടുതൽ ഭാരം കൂട്ടുന്നതായ ദിക്ർ ഏതെന്നറിയുമോ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ഈ ദിക്ർ ഇന്ന് നമ്മൾ കളഞ്ഞില്ലേ? ഈ ദിക്ർ ചൊല്ലുന്ന ആൺകുട്ടികളുണ്ടോ? കാസർഗോഡ് ചൗക്കിയിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ, ഏറ്റെടുക്കാൻ തയ്യാറുള്ള ആൺകുട്ടികളുണ്ടോ? അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്ർ ഹബീബത്താനി ഇലർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്റാണ്. നമ്മൾ ദിക്ർ അന്വേഷിച്ച് നടക്കുക, ത്വരീഖത്ത് അന്വേഷിച്ച് നടക്കാണ്. കള്ള ത്വരീഖത്തിന്റെ പുറകെ, വ്യാജ ത്വരീഖത്തുകളുടെ പുറകെ ഈ സമുദായത്തിലേതാകുന്ന വലിയ ആളുകൾ പോവാൻ കണ്ടില്ലേ നിങ്ങൾ? കഴിഞ്ഞ ദിവസം 2023 ഏപ്രിൽ മാസത്തിൽ ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ 596 പവൻ കൊണ്ടുപോയി ഒരു ചിന്നുമ്മയുടെ കൈവശം കൊടുത്തു. പൂച്ചക്കാട് സ്വദേശി. ഇരട്ടിപ്പിച്ച് തരണമെന്ന് അതായത് ഇരട്ടിപ്പിച്ചു കൊടുത്തു. കൊണ്ടുവന്ന് ഇടിച്ചിട്ട് അവരെ കൊന്നുകളഞ്ഞു. അള്ളാഹു ആ സഹോദരന് പുറത്തു കൊടുക്കട്ടെ. സമ്പത്തിനോടുള്ള അഭിനിവേശം കൊണ്ട് അവസാനം എത്തിപ്പെട്ടതാണ്. അള്ളാഹു ആ സഹോദരന് പുറത്തു കൊടുക്കട്ടെ. അന്വേഷിച്ചു നോക്ക്, നിങ്ങൾ നോക്ക്. ആ സഹോദരിയുടെ പേരും അവരുടെ കെട്ടിയവന്റെ പേരും ഭർത്താവിന്റെ പേരും ഉൾപ്പെടെ ഈ സമുദായത്തിൽ വെളിപ്പെട്ടു. എന്നിട്ട് എത്ര ആളുകൾ ഇന്നും ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്? ആത്മീയ ചൂഷണം നടത്തുന്ന ആളുകൾ. സമ്പത്ത്, ജനങ്ങളുടെ കൈവശം ഇരിക്കുന്ന സമ്പത്ത്, അത് പരിപൂർണമായി ഹറാമാക്കപ്പെട്ട നിലയിലാണെങ്കിലും തന്റെ കൈവശത്തേക്ക് എത്താൻ വേണ്ടി ആഗ്രഹിച്ച് പാവപ്പെട്ട മുസ്ലിം സഹോദരനെ പോലും മറ്റൊരു മുസ്ലിം മനഃപൂർവ്വം തലപിടിച്ച് ഭിത്തിയിലേക്ക് ഇടിപ്പിച്ചുകൊണ്ട് കൊന്നുകളയുകയാണ്. എന്താണ് അവർക്കുള്ള ശിക്ഷ എന്നറിയുമോ? നരകമല്ലേ? നരകമല്ലേ? അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. ومن قتل مؤمنا متعمدا فجزاؤه ജഹന്നം. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, മുസ്ലിമായ ഒരു വ്യക്തിയെ ഒരു മുസ്ലിം കൊന്നുകളഞ്ഞാൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന ശിക്ഷ എന്തെന്നറിയുമോ? ഫജസാഉഹു ജഹന്നം. കത്തിച്ചൊലിക്കുന്ന ജഹന്നം എന്ന നരകമാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. കൂടോത്രം നടത്തി, മാരണം നടത്തി, പാവപ്പെട്ടതാകുന്ന മുസ്ലിമീങ്ങളുടെ കൈവശമിരിക്കുന്ന സമ്പത്ത് മുഴുവനും ചൂഷണം ചെയ്തുകൊണ്ട് കെടുക്കാൻ പറ്റുന്നതാകുന്ന ജിന്നമ്മമാര് ഈ കൊച്ചു കേരളത്തിലുണ്ടെന്ന് മാത്രമല്ല, കാസർഗോഡ് നിവാസികൾ വരെ കടന്നു വരുകയാണ്. ഒരു പെണ്ണതിനു വേണ്ടി ഒരുമ്പെട്ടുകൊണ്ട് പാവപ്പെട്ട ഒരു സഹോദരനെ അറുകുല നടത്തിയതും ഈ സമുദായം നേർക്ക് നേരെ കണ്ടില്ലയോ? കാസർഗോഡുള്ള എത്രയോ ഉമ്മമാര്, എത്രയോ ഉപ്പമാര് അത്തരത്തിലുള്ള വ്യാജ ചികിത്സകരുടെ കൈവശം സമ്പത്ത് കൊണ്ടുപോയി കൊടുത്തവരില്ലയോ? ആഖിറം നഷ്ടപ്പെടുകയല്ലയോ? ആഖിറം നഷ്ടപ്പെടുകയല്ലയോ? പരലോകത്തെ പടച്ചറപ്പിന്റെ ദർബാറിലെത്തുമ്പോ ഇതിനെല്ലാം പ്രത്യേകമായി അക്കമിട്ടുകൊണ്ട് നമുക്ക് ശിക്ഷയുണ്ടാകും. അക്കമിട്ടുകൊണ്ടുണ്ടാവും. അല്ലാഹു ആക്കുമാറാവട്ടെ. അതുകൊണ്ട് ശ്രദ്ധിച്ചോ, സമർത്ഥ്യലബ്ധിക്കെന്ത് വേണം സാഹിബി, വശംസി ഓദിക്കോ ഖുബൈലൽ മഗ്രിബി. അതുകൊണ്ട് അശ്ലീലമാക്കപ്പെട്ടതൊന്നും വേണ്ട, നല്ല സാമർത്ഥ്യം കിട്ടിയാൽ മതി. എന്തിന്? ദീനിൽ സാമർത്ഥ്യം വേണം. വേണോ? നിസ്കരിക്കാൻ നല്ല ചൂണ, ഖുർആൻ ഓതാൻ ഒരു താല്പര്യം. അവിടെ ഒരു 10 മിനിറ്റ് ദിക്റില്ല, 10 മിനിറ്റ് ഖുർആൻ ഓതെന്ന് പറയുമ്പോൾ മടി വരാതെ റാഹത്തോടു കൂടി ഖുർആൻ എടുക്കാൻ നമുക്ക് തോന്നണോ? വേണോ? വേണ്ടയോ? വേണ്ട, ആർക്കും വേണ്ട. വേണമെന്നുള്ളവരുന്ന് കൈ ഉയർത്തിക്ക് ഒന്നുകൂടി നോക്കട്ടെ. ഉണ്ട്. കുറച്ചുപേരൊക്കെ ഇങ്ങനെ പകുതി ഉയർത്തുന്നുള്ളൂ, തല ചൊറിയുന്നത് പോലെ. ആയിക്കോട്ടെ, അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. എങ്കിൽ ഏത് സൂറത്ത് ഓതണം? വശംസി എന്നുള്ള സൂറത്ത് ഓതണം. ഏതാ വശംസി? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വശംസി വദുഹാഹാ വൽഖമരി ഇദാ തലാഹാ വന്നഹാരി ഇദാ ജല്ലാഹാ والليل إذا يغشاها والسماء وما بناها والأرض وما طحاها ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها كذبت ثمود بطغواها إذ انبعث أشقاها
فقال لهم رسول الله ناقة الله وسقياها فكذبوه فعقروها فدمدم عليهم ربهم بذنبهم فسواها ولا يخاف عقباها صدق الله مولانا العظيم. ഇതാണ് സൂറത്ത്. ഈ സൂറത്ത് ഇത്രയും പൂർത്തിയായി ഓതണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതെപ്പോഴാ ഓതേണ്ടത്? സമർത്യലബ്ധിക്കെന്ത് വേണം സാഹിബി വശംസി ഓദിക്കോ ഖുബൈലൽ മഗ്രിബി. ഖുബൈൽ എന്ന് പറഞ്ഞാൽ, ഖബിൽ എന്ന് പറഞ്ഞാൽ മുമ്പ്, ഖുബൈൽ തൊട്ട് മുമ്പ്. മഗ്രിബ് ബാങ്ക് വിളിക്കുന്നതിന് തൊട്ട് മുമ്പ് വേണം ഓതാൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഇത് ശ്രദ്ധിക്കണം. നാളെ മുതൽ ശ്രദ്ധിക്കോ? ശ്രദ്ധിച്ച ഗുണമുണ്ടാവും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒന്ന് അടയാളപ്പെടുത്തി. നമ്മൾ വാതിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അമലിന് എന്തെങ്കിലും വേണം, അല്ലാതെ ഒരു കാര്യമില്ലല്ലോ. അതിനാണ് ഇപ്പൊ ഈ പറയുന്നത്. നാളെ മുതൽ മഗ്രിബിന് തൊട്ട് മുമ്പ് ഏത് സൂറത്ത് ഓതണം? ഏത് സൂറത്ത്? ചൗക്കിയിലുള്ള എല്ലാ നിവാസികളും ഏത് സൂറത്താണ്? സൂറത്ത് ശംസി വശംസി വളുഹാഹ. ഈ സൂറത്ത് ഒരു പ്രാവശ്യം ഒറ്റവട്ടം ഓതിയാൽ മതി. അത് ഒരു 2 മിനിറ്റിന് മുമ്പ് ഓതി വെക്കുക. മഗ്രിബിന് തൊട്ട് മുമ്പ് ദുആ ചെയ്താൽ ഇജാബത്താണല്ലോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അയ്യ ദുആ യസ്മഉ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, ഏറ്റവും കൂടുതൽ അല്ലാഹു ഉത്തരം ചെയ്യുന്ന പ്രാർത്ഥന ഏതാണ്? ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, മഗ്രിബിന് തൊട്ട് മുമ്പുള്ള സമയം, എല്ലാ ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള സമയം, രാത്രി പാതിരാത്രി സമയം, ജനങ്ങൾ മുഴുവനും ഉറക്കിലേക്ക് പോകുന്ന സമയം, നിർനിദ്രനായി നീരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ഈ 3 സമയങ്ങളിൽ ഉത്തരം ഉറപ്പാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തൗഫീഖ് തരട്ടെ. മഗ്രിബിന് തൊട്ട് മുമ്പുള്ള സമയം ദുആ ചെയ്യേണ്ട സമയം. നമ്മളിപ്പോ റമദാൻ വരികയാണ്. റമദാൻ ഇപ്പൊ അടുത്തല്ലോ, ഇനി അതിൽ ദൂരം ഇല്ല. അല്ലാഹു ഖൈറായ നിലയ്ക്ക് റമദാനിനെ വരവേൽക്കാൻ തൗഫീഖ് നൽകട്ടെ. നോമ്പുകാരന് നോമ്പ് പിടിച്ചത് മുതൽ നോമ്പ് തുറക്കുന്നത് വരെ ഇജാബത്ത് ഉറപ്പാണ്. നോമ്പിലായിരിക്കുമ്പോൾ പ്രത്യേകിച്ച് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിന് ഏറ്റവും പറ്റിയ സമയമാണ് മഗ്രിബിന് തൊട്ട് മുമ്പുള്ള സമയം. കാരണം ആ നോമ്പ് തുറക്കുന്ന വേളയാണ്. നമ്മളെന്താ പരിപാടി? നമ്മൾ സമൂസ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. സമൂസ റാഹത്ത് ഉള്ളത് മഞ്ചും പോയി. പള്ളി വന്നിട്ട് നോമ്പ് തുറയുടെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്ന തിരക്കില, ഒച്ചപ്പാടും പേടും. അല്ലാഹു ഒരൊറ്റ ദിവസം പോലും ഒരു ചെറിയൊരു ദുആയ്ക്ക് ഇന്ന് വരെ സമയം കിട്ടിയിട്ടില്ല. എനിക്ക് ചായ കിട്ടിയില്ല, ഒച്ചപ്പാടും പേടും. ഇത് തന്നെ കളി. റമദാനാവുമ്പോ ഇനി കാണാൻ പോകും. ആരെങ്കിലും ഇരുന്നിട്ട് 5 മിനിറ്റ് ദുആ ഇരുന്നിട്ടുണ്ട്. വത്തക്കയുടെ പുറകെ പോയി അവസാനം അവിടെ ചെല്ലുമ്പോൾ ഇത് തന്നെ ഉണ്ടാവുള്ളൂ. വത്തക്ക പോലെ ഇരിക്കും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ദുആയില്ല, ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് അല്ലാഹു, ഞാൻ ഈ ചെയ്തിട്ടുള്ള നോമ്പ് നീ സ്വീകരിക്കണേ അല്ലാ, എന്റെ അമലുകളെ നീ കബൂലാക്കണേ റഹ്മാനെ, നിസ്കാരത്തെ നീ സ്വീകരിക്കണേ റഹ്മാനെ, ഇബാത്തുകൾക്ക് കബൂലിയത്ത് നൽകണേ റഹ്മാനെ, ആഫിയത്ത് തരണേ അല്ലാ, സിഹത്ത് തരണേ അല്ലാ. എത്ര ഉമ്മമാര് ദുആ ഇരുന്നിട്ടുണ്ട്. നിങ്ങൾ ആ 10 മിനിറ്റ് സമയത്ത് ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ പോകണ്ട, ഒക്കെ ഓഫ് ചെയ്ത് വെക്ക്. മെഷീനൊക്കെ ഓഫ് ചെയ്യും. ആ സമയത്തുണ്ട് പറഞ്ഞ അടിക്കാണ് ജ്യൂസ് ഉണ്ടാക്കുക, ഒക്കെ അവിടെ ഒഴിവാക്കി വെക്ക്. എന്നിട്ട് ദുആ ചെയ്യ്. ഏറ്റവും വലുതാ ബാങ്ക് വിളിച്ചതിന് ശേഷം ബാക്കിയുള്ളതിലൊക്കെ അല്പം വെള്ളവും കരയ്ക്കാൻ മാത്രം ആക്കി വെക്ക്. ബാക്കിയൊക്കെ പിന്നെ ഭക്ഷണമൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ചോ. ബാങ്ക് വിളിക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് നിർബന്ധമായിട്ടും ബാക്കി എല്ലാ പരിപാടി ഒതുക്കിയിട്ട് കിബിലയ്ക്ക് അഭിമുഖമായിരുന്നു ദുആ ചെയ്യണം. അങ്ങനെ ദുആ കിട്ടാത്ത ഒന്നുമില്ല, മനസ്സിലായിക്കോ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും. നബിയെ, തങ്ങൾ ഈ സമുദായത്തിന് പറഞ്ഞു കൊടുക്കണേ, മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും. നിങ്ങളുടെ പ്രാർത്ഥനയില്ല എങ്കിൽ അല്ലാഹു നിങ്ങളെ പരിഗണിക്കില്ല എന്ന് ഈ സമുദായത്തിന് പറഞ്ഞു കൊടുക്കണേ നബിയെ എന്ന് വിശുദ്ധമായ ഖുർആൻ. നിങ്ങൾ ശരിക്കും ദുആ ചെയ്തിട്ടില്ല എങ്കിൽ അല്ലാഹു നിങ്ങളെ പരിഗണിക്കില്ല എന്ന് ഈ ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കണേ എന്ന് അല്ലാഹു ഖുർആനിലൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകളോട് പറയാണ്. നമ്മളെ അല്ലാഹു പരിഗണിക്കണമെങ്കിൽ നമ്മളിൽ നിന്ന് എന്തുണ്ടാവണം? ദുആ ഉണ്ടാവണം. ദുആ ഉണ്ടാവണം, മസ്റ്റാണത്. ഇന്നിപ്പോ ഒരു സഹോദരൻ എന്നോട് ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് വീട്ടിൽ വന്ന് പറയുണ്ടായി, മക്കളില്ല, 18 വർഷമായി.
കുടുംബത്തിനൊക്കെ വലിയ സങ്കടം, വിഷമം. അള്ളാഹു ആ സഹോദരന് ഖൈറായ സാലിഹായ മക്കളെ അള്ളാഹു നസീബാക്കുമാറാവട്ടെ. അതുപോലെ ഒരുപാട് ആളുകളുണ്ടാവും വിഷമിക്കുന്നവർ. ഈ സദസ്സിൽ ധാരാളം സഹോദരിമാരുണ്ടാവും. ഏറ്റവും കൂടുതൽ വിഷമം സ്ത്രീകൾക്കാണ്. കാരണം അവരോട് വന്നിട്ട് മറ്റു സ്ത്രീകൾ വന്നിട്ട് ഈ വിഷയം ചോദിക്കുള്ളൂ, വേറെ ഒന്നും ചോദിക്കൂല. കുട്ടികളില്ലാത്തവരെ കണ്ട പിന്നെ ചില പെണ്ണുങ്ങൾക്ക് ഇളക്കാണ്. അവരോട് വന്നിട്ട് ഒന്നും ആയില്ലേ, വിശേഷമായിട്ട് തന്നെ നിങ്ങൾ സ്വർണത്തിന്റെ വളയായിട്ട് വരുമോ, ചുമ്മാ വെറുതെ ചോദിക്കുകയാണ്. ഇളക്കം ഇവരിങ്ങനെ മാനസികമായിട്ട് ഇങ്ങനെ വ്രണപ്പെടുത്തുക, പ്രയാസപ്പെടുത്തുക. അത് ചില പെണ്ണുങ്ങൾക്കുള്ള സോക്കേടാണ്. ആ അസുഖം നിങ്ങൾ മാറണം, നിർബന്ധമായിട്ടും മാറ്റേണ്ട സ്വഭാവമാണ്. കാരണം നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ വന്നു, നിങ്ങളോടാണ് ഇത് ചോദിക്കുന്നത് എങ്കിൽ ആ ഒരു ചിന്ത മതി. നമ്മളാണ് ആ ഒരു പൊസിഷനിലെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കും. 10 വർഷമായിട്ട് നിൽക്കുകയാണ്, കുട്ടികളില്ലാതെ. അവരെല്ലാ ചികിത്സയും ചെയ്യുന്നുണ്ട്, ദിക്ർ എടുക്കുന്നുണ്ട്, ഔറാദ് കൊണ്ട് മാനസികമായ വിഷമത്തിൽ മുന്നോട്ട് പോവാണ്. അപ്പോഴും കാണുമ്പോൾ 10 പേരുടെ മുന്നിൽ വെച്ച് കുഞ്ഞിന് വിശേഷമൊന്നും ആയില്ലേ, വിശേഷമൊന്നും ആയില്ലേ, ഇവര് വിശേഷം ഉണ്ടാക്കി കൊടുക്കാൻ നിൽക്കുകയാണ്. എന്ത് കാര്യത്തിനാണ്? ഈ ആവശ്യമില്ലാത്ത വർത്താനാണ് ഈ ഉമ്മത്തിൽ ഏറ്റവും വലിയ പ്രശ്നം. അള്ളാഹു നമ്മളൊക്കെ ആക്കട്ടെ. അവരുടെ സങ്കടവും വിഷമവും അവർക്കറിയാം. അവർ മാനസികമായി പ്രയാസപ്പെടാൻ ആ പെണ്ണിന്റെ മനസ്സിൽ ഇടുത്തി കൊടുക്കുകയാണ് ഈ സഹോദരിയുടെ ഭാഗത്ത്. ഒരിക്കലും നമ്മൾ ഗുണം ചെയ്യൂല ഇതൊന്നും. നമ്മുടെ നാവും മര്യാദയ്ക്ക് നന്നാക്കുക സഹോദരിമാരെ. ശ്രദ്ധിക്കുക നിങ്ങൾ. എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത വർത്തമാനം? എന്തിനാണ് ഈ വെറുപ്പ് സമ്പാദിക്കുന്നത്? പരസ്പരം സ്നേഹവും സൗഹാർദ്ദവുമായി നിലകൊള്ളിൻ. എത്ര കാലം ഇവിടെ ജീവിതമുണ്ട്? ആകെ 30-40 കൊല്ലമേ ജീവിക്കുള്ളൂ. അതിനപ്പുറത്തേക്കൊന്നും ജീവിതമില്ല. മനസ്സിലാക്കണം. ഒരുപാട് കാലമൊന്നും ഇവിടെ ജീവിതമില്ല. ഈ കുറഞ്ഞ കാലഘട്ട ജീവിതത്തിൽ പരസ്പരം സ്നേഹം പങ്കിട്ടുകൊണ്ട് ജീവിക്കുക. വെറുപ്പും വൈരവും വിദ്വേഷവും മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് കൊടുക്കാതെ. ഇതൊക്കെ രസമായിട്ട് കാണുന്നവരുണ്ട്. ഇതൊന്നും ഒരു രസമല്ല. ഇതൊക്കെ നിങ്ങളുടെ ആഖിറത്തിൽ ചോദ്യം ചെയ്യപ്പെടും. ഈ വിഷയമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, റഅയ്തു النار ورأيت أكثر أهلها النساء. കത്തിച്ചുരയ്ക്കുന്ന നരകം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടുപോയി സാബ. ആ നരകത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടത് സ്ത്രീകളെയാണ്. വറഅയ്തു ഫിഹാ ഇംറഅതാ. അതിലൊരു പെണ്ണിനെ ഞാൻ കണ്ടു. മുഅല്ലിഖതൻ ലിസാനഹാ ഇലൽ ഉസ്തുവാനതി മിനൻ നാർ. നരകത്തിലെ നടുക്കളത്തിലുള്ള തൂണിലേക്ക് അവളുടെ നാവിനെ വലിച്ചു കെട്ടപ്പെട്ടതായിട്ടാണ് കണ്ടത്. നരകത്തിലെ തീജ്വാലകൾ പടർത്തിയിട്ടുള്ള തൂണിലേക്ക് അവളുടെ നാവിനെ വലിച്ചു കെട്ടപ്പെട്ടതായി ഞാൻ എന്റെ കണ്ണുകൾ കണ്ടുപോയി സാബ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂൽ ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, ഫഖുൽതു ലിജിബ്രീൽ മൻ ഹാദിഹി യാ ജിബ്രീൽ. ആരാണ് ജിബ്രീലേ ഈ പെണ്ണ്? ഈ ഹതഭാഗിയായ പെണ്ണ് ഏതാണ്? നരകത്തിന്റെ നടുക്കളത്തിൽ തീജ്വാലകൾ പടർത്തപ്പെട്ട തൂണിലേക്ക് നാവിനെ വലിച്ചു നീട്ടി കെട്ടിയിട്ടിരിക്കുന്ന ഈ പെണ്ണ് ഏതാണ്? വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ടല്ലോ അവളെന്ന് അല്ലാഹുവിന്റെ റസൂൽ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിയോട് പറയുകയാണ്, യാ റസൂലല്ലാഹ് വയാ ഹബീബല്ലാഹ് ഹാദിഹി ബദിയത്തുൽ ലിസാൻ ഐ തവീലത്തുൽ ലിസാൻ യാ റസൂലല്ലാഹ്. നാവിന് നീളമുള്ള പെണ്ണാണ് റസൂലേ. അഥവാ ദുനിയാവിൽ നാട്ടുകാരോട്, കൂട്ടുകാരോട്, സമൂഹത്തോട് മറ്റുള്ളവരെ കുറിച്ച് അപഹസിച്ചും കളിയാക്കിയും പുച്ഛിച്ചും നടന്നുകൊണ്ട് എല്ലാവരുടെയും മുന്നിൽ ആളാവാൻ കൊച്ചു വർത്തമാനം പറഞ്ഞുകൊണ്ട് നടന്നതായ പെണ്ണാ. അവളെയാണ് നരകത്തിന്റെ നടുക്കളത്തിലേക്ക് ഇങ്ങനെ വലിച്ചു കെട്ടിയിരിക്കുന്നത് എന്ന് ജിബ്രീൽ എന്നോട് പറഞ്ഞുവെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ആവശ്യമില്ലാത്തത് സംസാരിക്കരുത്. നബി തങ്ങൾ പറഞ്ഞല്ലോ, നാവും ലൈംഗിക അവയവവും ഈ 2 അവയവം സൂക്ഷിക്കാമെന്ന് ഏതെങ്കിലും ആൺകുട്ടി എനിക്ക് ജാമ്യം നിന്നാൽ അൽമല്ലഹുൽ ജന്ന, അവന് ഞാൻ സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കാമെന്ന് മുഹമ്മദ് മുസ്തഫ. എന്താണ് ഹദീസാണ്, ഞാൻ വെറുതെ പറയല്ല. ഹദീസ് പറഞ്ഞുതരാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മയ്യളമല്ലി മാ ബൈന ലിഹയൈഹി വമാ ബൈന ഫഖദൈഹി അൽമല്ലഹുൽ ജന്ന അൽമല്ലഹുൽ ജന്ന. താടിയെല്ലുകൾക്കിടയിലുള്ള നാവിനെയും
തുടയല്ലുകൾക്കിടയിലുള്ള ലൈംഗിക അവയവത്തെയും ആരെങ്കിലും ഹറാമിനെ തൊട്ട് സൂക്ഷിക്കാമെന്ന് എന്നോട് ജാമ്യം നിന്നാൽ, കാസർഗോഡുള്ളതാകുന്ന ചെറുപ്പക്കാരോട് സഹോദരിമാരോട് സ്നേഹത്തോടുകൂടി കുമ്മനം ഉസ്താദ് ചോദിക്കാനുള്ളത്, 1400 വർഷം മുമ്പ് റസൂലുള്ളാഹി നടത്തിയ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറുള്ള ചെറുപ്പക്കാരുണ്ടോ? നാവിനെ സൂക്ഷിക്കാൻ കഴിവുള്ള ആൺകുട്ടികളുണ്ടോ? നാവിനെ ശ്രദ്ധിക്കാൻ കഴിയുന്ന പെൺകുട്ടികളുണ്ടോ? ലൈംഗിക അവയവത്തെ പരിപൂർണമായ ഹറാമിനെ തൊട്ട് സൂക്ഷിക്കാൻ ആരൊരുവന് തയ്യാറുണ്ടോ? 2 അവയവം സൂക്ഷിച്ചാൽ മതി, 2 അവയവം സൂക്ഷിച്ചാൽ മതി, സ്വർഗമുറപ്പാണ്. 1 നാവാണ്, താടിയല്ലുകൾക്കിടയിലുള്ള നാവ്. 2ാമത്തത് തുടയല്ലുകൾക്കിടയിലുള്ളതാകുന്ന ലൈംഗിക അവയവമാണ്. ഈ 2 സൂക്ഷിക്കാമെന്ന് ആരെങ്കിലും എന്നോട് ജാമ്യം നിന്നാൽ, അൽമല്ലഹുൽ ജന്ന, അവന് ഞാൻ സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കാമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഏറ്റെടുക്കാൻ തയ്യാറുള്ള ആൺകുട്ടികളുണ്ടോന്നാ ചോദ്യം. അതിനൊക്കെയാണ് വരേണ്ടത് ആൺകുട്ടികൾ മുന്നോട്ട്. അല്ലാതെ സുബഹിവരെ പന്ത് കളിക്കുക ഉസ്താദേ, ആർക്കാണ്? അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. സുബഹി വരെ നിസ്കരിക്കാൻ പറ്റുമോ? ഖുർആൻ ഓതാൻ പറ്റുമോ? ദിക്ർ ചെല്ലാൻ പറ്റുമോ? അങ്ങനെ ചെയ്തിരുന്ന സാലിഹീങ്ങളുള്ള ഒരു തലമുറയല്ലേ നമുക്കിവിടെ നഷ്ടപ്പെട്ടു പോയത്. നമ്മൾ പറയും എന്റെ വല്ലിപ്പ നല്ല സാലിഹാണ്, എന്റെ വല്ലുമ്മ നല്ല സാലിഹാണ്, എന്റെ ഉമ്മ സാലിഹത്താണ്, എന്റെ വാപ്പ സാലിഹാണ്. പിന്നെ എവിടുന്നാണടാ പിഴച്ചത്? എവിടുന്നാ പിഴച്ചത്? പറ. എവിടെ മുതലാ മക്കള് പിഴയ്ക്കാൻ തുടങ്ങിയത്? നമ്മുടെ തലമുറ മുതൽ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നമ്മൾ പറയും വാപ്പ സാലിഹ്, ഉമ്മ സാലിഹ്. ഉമ്മയും വാപ്പയെ കുറിച്ച് എല്ലാവർക്കും 100 നാവ. എന്റെ ഉമ്മ നല്ല ഖുർആൻ ഓതും ഉസ്താദ്, എന്റെ ഉമ്മ നല്ല റാഹത്തായിട്ട് ഖുർആൻ ഓതും, എന്റെ ഉമ്മ എല്ലാം ഇരുന്നിട്ട് ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കും, സുബഹി വരെ ഖുർആൻ ഓത്താണ്, തഹജ്ജുദ് നിസ്കരിക്കുന്ന ഉമ്മയായിരുന്നു. എന്നിട്ട് അതൊക്കെ പറഞ്ഞിരുന്ന് കരയുന്ന മക്കളാണ്. നമ്മളോ പള്ളിയിലോട്ട് കയറുക പോലും ഇല്ല. പള്ളിയുടെ മുന്നിൽ നിന്നിട്ട് റാഹത്തായിട്ട് തീർത്തും വിളിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയേക്ക്. യാ അല്ലാഹ്, വേഗം ഇറങ്ങിയേക്കാം, ഇനി അവിടെ കൂടുതൽ നിസ്കരിക്കേണ്ടി വരുമല്ലോ എന്ന് പേടിച്ചിട്ട് വേഗം ചാടി ഇറങ്ങി ഓടി. ഇതാണ് നമ്മുടെ അവസ്ഥ. അപ്പൊ എവിടെ മുതലാ പിഴച്ചത്? എവിടുന്നാ പിഴച്ചത്? നൂജൻ എന്നറിയപ്പെടുന്നതാകുന്ന ഈ ന്യൂ ജനറേഷൻ, പുതിയ കുട്ടികൾ, നമുക്കാണ് പിഴവ് പറ്റിയത്. നമ്മളാണ് ലഹരിക്കടിമപ്പെട്ടവർ, നമ്മളാണ് ഖുർആനുമായി ബന്ധമില്ലാത്തവർ, നമ്മളാണ് നിസ്കരിക്കാത്തവർ, നമ്മളാണ് അള്ളാഹുവിൻ്റെതാകുന്ന ദീനുമായി പുലബന്ധമില്ല, എന്നാൽ വലിയ സുന്നികളാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഈ സമുദായത്തെ ഭരിക്കാൻ വേണ്ടി നിലകൊള്ളുന്നവർ. എന്തെങ്കിലും വിഷയം വരുമ്പോൾ സിന്ദാബാദ് ഒച്ചപ്പാടും വേണോ? ദീനൊന്നും ഇതിന് കയ്യിലില്ല. ഇതെങ്ങനെ നമ്മൾ റെഡിയാവും? അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് ദീൻ കൈവിട്ടു പോകാൻ പാടില്ല. ദീൻ കൈവിട്ടു പോയാൽ എല്ലാം പോയി, എല്ലാം തകിടം പറഞ്ഞു. നിസ്കാരം 5 വഖത്ത് ശ്രദ്ധ വെക്കണം. അപ്പൊ നമ്മുടെ എല്ലാ ദുശീലങ്ങളും മാറും. ഈ കൂട്ടുകെട്ടുകളും ഈ അശ്ലീലതയും, എവിടെയെങ്കിലുമൊക്കെ പോയിരുന്നിട്ടുള്ള, ഒറ്റയ്ക്കൊക്കെ പോയിരുന്നിട്ടുള്ള സിനിമ കാണലും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കൂട്ടുകാരൊക്കെ ആയിട്ട് ഡ്രഗ്സിന്റെ അഹരികാരുമായിട്ടൊക്കെ ഉള്ള ഒരു ബന്ധം, ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള ബന്ധം, അതൊക്കെ ഇല്ലാതാകും. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. ഞാൻ ഇന്ന് മഗ്രിബ് നിസ്കരിച്ചത് മലിക് ദീനാർ പള്ളിയിലാണ്. അള്ളാഹു അവരുടെയൊക്കെ ദറജ ഉയർത്തുമാറാവട്ടെ. അപ്പൊ ഞാൻ മഗ്രിബ് ഇങ്ങനെ നിസ്കരിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ നോക്കി, പലപ്പോഴും നിസ്കരിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ പള്ളി ഇങ്ങനെ നോക്കിയപ്പോൾ ആ പള്ളിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ മനോഹരമായി, അകത്തെ പള്ളിയുടെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, വഅഖിമിസ് സ്വലാ ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. അപ്പൊ ഞാൻ ഓർത്ത് ഇന്ന് പ്രസംഗത്തിൽ ഇത് തന്നെ പറയാം, ഈ വിഷയം തന്നെ ആയിക്കോട്ടെ. വഅഖിമിസ് സ്വലാ, നിസ്കാരം നീ നിലനിർത്ത്, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. കാരണം ഈ നിസ്കാരം എല്ലാ തിന്മകളെ തടയുന്നതാണ്. വൽ മുൻകർ, എല്ലാ നികൃഷ്ടമാകുന്ന പ്രവർത്തനങ്ങളെ തടയുന്നതാണ് ഈ നിസ്കാരം. അള്ളാഹു പറയാണ്, നിസ്കാരം 5 വഖത്ത് ചിട്ട വെച്ചാൽ, കറക്റ്റ് സമയാസമയങ്ങളിൽ നിർവഹിച്ചാൽ നിന്നിൽ കള്ളുകുടി ഉണ്ടാവില്ല, നിന്നിൽ ലഹരി ഉണ്ടാവില്ല, നിന്നിൽ ഒരു അശ്ലീലതയും ഉണ്ടാവില്ല. കറക്റ്റ് ആയിരിക്കണം. ഒരൊറ്റ ദിവസം പോലും അതിൽ മാറ്റം വരാൻ പാടില്ല. ബാങ്ക് വിളിച്ചാൽ അപ്പൊ നീ പള്ളിയിൽ കയറണം.